ഹായ് ഓൾ. നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് നിർത്തിയത് ബാലൻസ് ഷീറ്റിൻ്റെയും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ഫോർമാറ്റ് പറഞ്ഞുകൊണ്ടാണ്. ഇന്ന് നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഓരോ ഷെഡ്യൂൾസ് ടോട്ടൽ നമുക്ക് 16 ഷെഡ്യൂൾസ് ആണുള്ളത്. ഈ 16 ഷെഡ്യൂൾസിൽ ഓരോ ഷെഡ്യൂളിലും എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എനിക്ക് ജസ്റ്റ് നമ്മുടെ തേർഡ് ഷെഡ്യൂൾ ആൻഡ് സെക്ഷൻ 29 തേർഡ് ഷെഡ്യൂൾ ഫോം എ അനുസരിച്ചുള്ള ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ ഫോം ബി അനുസരിച്ചുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമാണ് ഈ തന്നിരിക്കുന്നത്. ഇനി ഫസ്റ്റ് ഐറ്റമാണ് ഷെഡ്യൂൾ നമ്പർ 1 ക്യാപിറ്റൽ. എന്തൊക്കെ ഐറ്റംസാണ് ക്യാപിറ്റലിൽ ഉള്ളത് നോക്കി. ഫോർ നാഷണലൈസ്ഡ് ബാങ്ക്സ് ആണെങ്കിൽ അവരുടെ ക്യാപിറ്റൽ ഫുള്ള് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് ഫുൾ ക്യാപിറ്റലും കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. അപ്പോൾ ഫോർ നാഷണലൈസ്ഡ് ബാങ്ക്സ് ക്യാപിറ്റൽ ഫുള്ളി ഓൺഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് കറണ്ട് ഇയറിലെയും അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലെയും എഴുതുക. ദെൻ നെക്സ്റ്റ് ഫോർ ഇൻകോപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇനി ഇന്ത്യക്ക് പുറത്ത് സ്റ്റാർട്ടപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ബാങ്കുകളാണ് എങ്കിൽ അവരുടെ ക്യാപിറ്റൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കി. The amount brought in by banks by way of startup capital as prescribed by RBI should be shown under this head. ഇനി RBI പറഞ്ഞിരിക്കുന്ന സ്റ്റാർട്ടപ്പ് ക്യാപിറ്റലായിട്ട് RBI പറഞ്ഞിരിക്കുന്ന എമൗണ്ട് ആണ് ഈ ഒരു ഹെഡിൻ്റെ കീഴിൽ വരുന്നത്. The amount of deposit keep with RBI section 11 subsection 12 of Banking Regulation Act 1949. അങ്ങനെ രണ്ട് ഐറ്റംസ് ആണ് ഏതിൽ വരുന്നത്, ഫോർ ബാങ്ക്സ് ഇൻകോപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ വരുന്നത്. ദെൻ ടോട്ടൽ എമൗണ്ട് എഴുതുക. നെക്സ്റ്റ് വൺ ഫോർ അതർ ബാങ്ക്സ് നോർമൽ കേസിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നോക്കി, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്ര ഉണ്ടെന്ന് എഴുതുക. ദെൻ ഇഷ്യൂഡ് ക്യാപിറ്റൽ എത്ര ഉണ്ടെന്ന് എഴുതുക. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ആൻഡ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ ലെസ് അൺപെയ്ഡ് പോർഷൻസ് ഉണ്ടെങ്കിൽ കോൾസ് അൺപെയ്ഡ് ലെസ് ചെയ്യുക. ഫോർഫീറ്റഡ് ഷെയർസ് ഉണ്ടെങ്കിൽ അത് ആഡ് ഓൺ ചെയ്യുക. ഇത് നോർമൽ നമ്മൾ കോർപ്പറേറ്റ് അക്കൗണ്ട്സിലൊക്കെ കമ്പനി അക്കൗണ്ട്സ് ഒക്കെ ചെയ്തു വന്നപ്പോൾ ചെയ്ത സെയിം പ്രോസസ്സാണ്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, അൺപെയ്ഡ് ക്യാപിറ്റൽ കോൾസ് ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഫോർഫീറ്റഡ് ഉണ്ടെങ്കിൽ അത് ആഡ് ഓൺ ചെയ്യുക. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചു പോന്നിട്ടുള്ള ഏരിയയാണ്. അപ്പം ക്യാപിറ്റൽ ഷെഡ്യൂൾ നമ്പർ 1 ക്യാപിറ്റൽ എന്ന ഹെഡിൻ്റെ കീഴിൽ മെയിനായിട്ടും എന്താണ് വരുന്നത്, ക്യാപിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. 3 ടൈപ്പ് ബാങ്കുകളാണ് നമുക്കുള്ളത്. ഒന്ന് നാഷണലൈസ്ഡ് ബാങ്ക് കാണും, ദെൻ ബാങ്ക്സ് ഇൻകോപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ കാണും, ദെൻ അതർ ബാങ്ക്സ് വിച്ച് മീൻസ് പ്രൈവറ്റ് ബാങ്ക്സ് ഓർ കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഇങ്ങനെയുള്ള ബാങ്ക്സുകളാണ് 3ആയിട്ടുള്ളത്. അപ്പം 3 കാറ്റഗറിയിലും എങ്ങനെയാണ് ക്യാപിറ്റൽ വരുന്നതെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഷെഡ്യൂൾ നമ്പർ 2 റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കി. ഫസ്റ്റ് വൺ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, ദെൻ ക്യാപിറ്റൽ റിസർവ്, ഷെയർ പ്രീമിയം റിസർവ് ആൻഡ് അതർ റവന്യൂ ആൻഡ് അതർ റിസർവ്സ്, ദെൻ ബാലൻസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത്രയും കാര്യങ്ങളാണ് റിസർവ്സ് ആൻഡ് സർപ്ലസിൽ വരുന്നത്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന റിസർവ്സിന് അല്ലെങ്കിൽ സർപ്ലസിന് ഓപ്പണിംഗ് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഓപ്പണിംഗ് ബാലൻസിൻ്റെ കൂടെ എന്ത് ആഡ് ഓൺ ചെയ്യണം, അഡീഷൻസ് ഡ്യൂറിങ് ദ ഇയർ ഉണ്ടെങ്കിൽ അത് ആഡ് ഓൺ ചെയ്യണം. ദെൻ ഡിഡക്ഷൻസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവിൽ നിന്ന് എന്തെങ്കിലും പേയ്മെൻറ്റ് പോയിന്നോ, ക്യാപിറ്റൽ റിസർവിൽ നിന്ന് ഇത്ര രൂപ ലോസ് ഉണ്ടായി, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിഡക്ഷൻസ് എല്ലാം എന്ത് ചെയ്യണം, ലെസ് ചെയ്ത് കഴിഞ്ഞ് മിച്ചം വരുന്ന എമൗണ്ട് മാത്രമാണ് നമ്മൾ എവിടെ കാണിക്കുന്നത്, കറണ്ട് ഇയർ എമൗണ്ട് ആയിട്ട് കാണിക്കുന്നത്. പ്രീവിയസ് ഇയർ എമൗണ്ട് ആയിട്ടും കാണിച്ചു പോവാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്നത് ഷെഡ്യൂൾ നമ്പർ 2 വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഷെഡ്യൂൾ നമ്പർ 3 ഡെപ്പോസിറ്റ്സ്. ഈ ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഓർക്കുക, ഡിമാൻഡ് ഡെപ്പോസിറ്റ്സും സേവിങ്സ് ഡെപ്പോസിറ്റ്, ടേം ഡെപ്പോസിറ്റ്, ഇങ്ങനെയുള്ള ഡെപ്പോസിറ്റ്സ് ആണ് മെയിനായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒരു ബാങ്കിൽ വരാവുന്ന എല്ലാ ഡെപ്പോസിറ്റുകളും ഏതിൻ്റെ അടിയിലാണ് വരുന്നത്, ഷെഡ്യൂൾ നമ്പർ 3 ഡെപ്പോസിറ്റ്സിൻ്റെ അകത്താണ് വരുന്നത്. ഓക്കെ, ഡിമാൻഡ് ഡെപ്പോസിറ്റ്സിൽ ഫ്രം ബാങ്ക്സും ഫ്രം അതേഴ്സും ഉണ്ടായിരിക്കാം അല്ലേ, മറ്റുള്ള ബാങ്കുകളിൽ നിന്ന് വരുന്ന ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൽ നിന്ന് വരുന്ന ഡെപ്പോസിറ്റ്സ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് അതിൻ്റെ അകത്ത് വരുന്നു. ദെൻ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്, അത് ഒബിയസ്ലി ആര് തന്നെയായിരിക്കും, കസ്റ്റമേഴ്സ് ആയിരിക്കും കൂടുതലായിട്ടും സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനെയുള്ളവരുടെ നിന്നായിരിക്കും സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടാകുക. ദെൻ നെക്സ്റ്റ് വൺ ടേം ഡെപ്പോസിറ്റ് ഫ്രം ബാങ്ക്സ് ആൻഡ് കസ്റ്റമേഴ്സ്, അതിൻ്റെ എല്ലാം ടോട്ടൽ ചെയ്തുക. ദെൻ സെക്കൻഡ് ഹെഡാണ് ഡെപ്പോസിറ്റ് ഓഫ് ബ്രാഞ്ചസ് ഇൻ ഇന്ത്യ ആൻഡ് ഡെപ്പോസിറ്റ് ഓഫ് ബ്രാഞ്ചസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഒരു ബാങ്കിൻ്റെ ഇൻസൈഡ് ബ്രാഞ്ചസും ഔട്ട്സൈഡ് ഇന്ത്യ ബ്രാഞ്ചസും തമ്മിലുള്ള എന്നിവയുള്ള ഡെപ്പോസിറ്റ്സ്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഷെഡ്യൂൾ നമ്പർ 3
ഡെപ്പോസിറ്റ്സിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ഹെഡാണ് ഷെഡ്യൂൾ നമ്പർ 4 ബോറോയിങ്സ്. ബോറോയിങ്സിൽ മെയിൻ എന്താണ് വരുന്നത്? ബോറോയിങ്സ് ഇൻ ഇന്ത്യയും ബോറോയിങ്സ് ഔട്ട്സൈഡ് ഇന്ത്യയാണ് മെയിനായിട്ട് വരുന്നത്. അതിൻ്റെ അകത്ത് സെക്വേർഡ് ബോറോയിങ്സ് ഉണ്ട്, അൺസെക്വേർഡ് ബോറോയിങ്സും ഉണ്ട്. നോക്കി എന്തൊക്കെ ബോറോയിങ്സ് ആണ് വരുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് ബോറോയിങ്സ് ഇൻസൈഡ് ഇന്ത്യ വരുന്നതെന്ന് നോക്കി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും എടുക്കാം. ദെൻ അതർ ബാങ്ക്സ് ഓർ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഏജൻസീസ് ആൻഡ് ബോറോയിങ്സ് ഔട്ട്സൈഡ് ഇന്ത്യ. അത് രണ്ടും ടോട്ടൽ ചെയ്ത് എഴുതുന്ന എമൗണ്ടാണ് നമ്മുടെ ഷെഡ്യൂൾ നമ്പർ 4 ബോറോയിങ്സ് എന്ന് പറയുന്നത്. ഈ ബോറോയിങ്സിനെ 2 കാറ്റഗറൈസ് ഉണ്ട്, സെക്വേർഡും അൺസെക്വേർഡ് ബോറോയിങ്സും ഉണ്ട്. അപ്പോൾ സെക്വേർഡ് ബോറോയിങ്സ് എത്രയുണ്ടെന്നുള്ളത് ആ എമൗണ്ടും എവിടെ കാണിച്ചിരിക്കണം? ഷെഡ്യൂൾ നമ്പർ 4 കാണിച്ചിരിക്കണം. ബാക്കിയുള്ളതിനെ നമ്മൾ അൺസെക്വേർഡ് ആയിട്ടാണ് കാണുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഷെഡ്യൂൾ നമ്പർ 5 ആണ് അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്. അതർ ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എന്തൊക്കെ വരാം? ബിൽസ് പേയബിൾ, ക്രെഡിറ്റേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്തിനകത്ത് വരുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന അതർ ലയബിലിറ്റീസിൽ വരുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് നോക്കിയാൽ വരുന്നത്? ബാങ്ക് അക്കൗണ്ടിൽ എന്തൊക്കെ ഐറ്റംസ് വരുന്നതെന്ന് നോക്കിയാൽ ബിൽസ് പേയബിൾ, ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതിൻ്റെ നെറ്റ് എമൗണ്ട് ആണ് എടുക്കുന്നത്, ഗ്രോസ് എമൗണ്ട് അല്ല. ഇൻട്രസ്റ്റ് അക്രൂഡ്, അതേഴ്സ് ഇൻക്ലൂഡിങ് പ്രൊവിഷൻസ്, എന്തെങ്കിലും പ്രൊവിഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഐറ്റംസ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ആകാം, പ്രൊവിഷൻ ഫോർ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, ഇങ്ങനെ എന്തെങ്കിലും പ്രൊവിഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഐറ്റംസും ഷെഡ്യൂൾ നമ്പർ 5 എഴുതുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഷെഡ്യൂൾ നമ്പർ 6 ക്യാഷ് ആൻഡ് ബാലൻസസ് വിത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ക്യാഷും റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ബാലൻസസ് ആണ് ഇവിടെ പറയുന്നത്. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫോറിൻ കറൻസി നോട്ട്സും ഇൻക്ലൂഡഡ് ആണ്. അപ്പം ടോട്ടൽ ഫോറിൻ കറൻസി നോട്ട്സും പ്ലസ് ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് ബാങ്കിൻ്റെ കയ്യിൽ എത്രയുണ്ടോ ആ എമൗണ്ടും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നു. ദെൻ ബാലൻസസ് വിത്ത് ആർ ബി ഐ ആയിട്ട് കറണ്ട് അക്കൗണ്ടായിട്ട് ഓപ്പൺ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മറ്റു പല അക്കൗണ്ടായിട്ടും എന്ത് ചെയ്യാറുണ്ടോ? ഓപ്പൺ ചെയ്യാറുണ്ട്. അപ്പോൾ ബാലൻസസ് വിത്ത് കറണ്ട് അക്കൗണ്ട് ആൻഡ് ഇൻ അതർ അക്കൗണ്ട്സ്, അതിൻ്റെ ടോട്ടൽ എമൗണ്ടാണ് ബാലൻസസ് വിത്ത് ആർ ബി ഐയിൽ കാണിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ എമൗണ്ടാണ് നമ്മുടെ ഷെഡ്യൂൾ നമ്പർ 6 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഷെഡ്യൂൾ നമ്പർ 7 ആണ്. ഷെഡ്യൂൾ നമ്പർ 7 ബാലൻസസ് വിത്ത് ബാങ്ക്സ് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് ആണ് വരുന്നത്. അതും 2 കാറ്റഗറീസ് ആണ് വരുന്നത്. ഇൻ ഇന്ത്യയുണ്ട്, അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഇന്ത്യയും വരുന്നുണ്ട്. ബാലൻസസ് വിത്ത് ബാങ്ക് എന്ന് പറയുന്നത് എന്താ ഐറ്റം എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോയതാണ്. ആ ഒരു ഹെഡിൻ്റെ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകണം അല്ലേ. ബാലൻസസ് വിത്ത് ബാങ്ക് വിത്ത് കോൾ അറ്റ് മണി എന്ന് പറഞ്ഞാൽ ആ ഒരു കോൾ ചെയ്യുന്ന ആ ഒരു ടൈം, പർട്ടിക്കുലർ ടൈം. ഷോർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഷോർട്ടായിരിക്കും, വിത്തിൻ 1 day അല്ലെങ്കിൽ 24 hours ഷോർട്ട് നോട്ടീസിൽ മണി ചെയ്യുന്നതാണ്. നോക്കിയേ ഇൻ ഇന്ത്യ ആണെങ്കിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കിയേ. Balances with banks in current account and other deposits account and money at call and short notice with bank and other institutions. അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ആണ് ഇൻ ഇന്ത്യയിൽ വരുന്നത്. ദെൻ ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ഇൻ കറണ്ട് അക്കൗണ്ട്, അതർ ഡെപ്പോസിറ്റ്സ് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. ഇത്രയും കാര്യങ്ങളാണ് ഷെഡ്യൂൾ നമ്പർ 7 ബാലൻസസ് വിത്ത് ബാങ്ക് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഗ്രാൻഡ് ടോട്ടൽ എമൗണ്ടാണ് നമ്മുടെ ഷെഡ്യൂൾ നമ്പർ 7 എന്ന് പറഞ്ഞ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ഇനി അടുത്ത ഐറ്റമാണ് ഷെഡ്യൂൾ നമ്പർ 8 ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു പോയതാണ്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ഉണ്ട്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യക്കകത്ത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഉണ്ടാകാം, ഗവൺമെൻറ് അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് ഉണ്ടാകാം, അതുപോലെ ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോൺസ്, ദെൻ സബ്സിഡറീസ് അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചേഴ്സ്, അതുപോലെ തന്നെ അതേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തും ആകാം. ഇപ്പോൾ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഏതെങ്കിലും ഒരു ബാങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദാറ്റ് ബാങ്ക്, എക്സ് ബാങ്ക് അല്ലെങ്കിൽ വൈ ബാങ്ക്, അങ്ങനെ കാണിക്കുക. അപ്പോൾ അതേഴ്സ് എന്ന് പറയുമ്പോൾ അതെന്താണോ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അത് സ്പെസിഫൈ ചെയ്ത് എഴുതുക. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇൻക്ലൂഡിങ് ലോക്കൽ അതോറിറ്റീസ്, subsidiaries and or joint ventures abroad, other investments to be specified. അപ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള എല്ലാ കാര്യങ്ങളും ഇൻസൈഡ് ഇന്ത്യയിലുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആകാം, ഗവൺമെൻറ് അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് ആകാം, ഷെയർസ് ആകാം, ഡിബഞ്ചേഴ്സ് ആകാം, അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചേഴ്സ് അല്ലെങ്കിൽ സബ്സിഡറീസിൻ്റെ ഷെയർസ് ആകാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഏതിൻ്റെ അകത്താണ് വരുന്നത്? ഷെഡ്യൂൾ നമ്പർ 8 ഇൻവെസ്റ്റ്മെൻറ്റിനകത്താണ്. അപ്പോൾ ഇൻസൈഡ് ഇന്ത്യയും ഔട്ട്സൈഡ് ഇന്ത്യയും ടോട്ടൽ ചെയ്യുക, രണ്ടിൻ്റെയും ടോട്ടൽ ചെയ്ത് അത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്താൽ 1+2 ഗ്രാൻഡ് ടോട്ടൽ എമൗണ്ടാണ് നമ്മൾ ഷെഡ്യൂൾ നമ്പർ 8 ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എടുക്കുന്നത്. ഇനി അടുത്തതാണ് ഷെഡ്യൂൾ നമ്പർ 9 അഡ്വാൻസസിൻ്റെ അകത്ത്
മൂന്ന് മെയിനായിട്ട് ഇൻസൈഡ് ഇന്ത്യയും അതുപോലെ തന്നെ അഡ്വാൻസസ് ഔട്ട്സൈഡ് ഇന്ത്യയാണ് വരുന്നത്. അഡ്വാൻസസ് ഇൻസൈഡ് ഇന്ത്യയിൽ നമുക്ക് 3 ഹെഡാണ് വരുന്നത്. നോക്കിയാൽ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ബിൽസ് പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ്, ക്യാഷ് ക്രെഡിറ്റ്സ് ഓവർഡ്രാഫ്റ്റ് ആൻഡ് റീപേബിൾ ഓൺ ഡിമാൻഡ്, ടേം ലോൺസ് ഫസ്റ്റ് ഹെഡിൽ വരുന്നു. ദെൻ സെക്കൻഡ് ഹെഡിൽ സെക്യൂർഡ് ബൈ ടാഞ്ചിബിൾ അസറ്റ്സ് കവേർഡ് ബൈ ബാങ്ക് ഓർ ഗവൺമെൻറ് ഗ്യാരണ്ടീസ് ഓർ അൺസെക്യൂർഡ് അഡ്വാൻസസ്. ദെൻ നെക്സ്റ്റ് വൺ, അഡ്വാൻസസ് ഇൻ ഇന്ത്യ, പ്രയോറിറ്റി സെക്ടേഴ്സ്, പബ്ലിക് സെക്ടേഴ്സ്, ബാങ്ക്സ് ആൻഡ് അതേഴ്സ്. ദെൻ അഡ്വാൻസസ് അത്ര ഐറ്റം ടോട്ടൽ ചെയ്യുക. അഡ്വാൻസസ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഡ്യൂ ഫ്രം ബാങ്ക്സ് ഉണ്ടാകും, ഡ്യൂ ഫ്രം അതേഴ്സ് ഉണ്ടാകാം. ഡ്യൂ ഫ്രം അതേഴ്സ് എന്ന് പറയുമ്പോൾ ബിൽസ് പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ്, സിൻഡിക്കേറ്റ് ലോൺസ്, അതേഴ്സ്. ഇതിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ ചെയ്ത് എന്ത് ചെയ്യുക? ഗ്രാൻഡ് ടോട്ടൽ ഈ പറഞ്ഞിരിക്കുന്ന 4 ടോട്ടലും കൂടെ ടോട്ടൽ ചെയ്ത് എഴുതുന്നതിനാണ് നമ്മൾ ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഫിക്സഡ് അസറ്റ് ഷെഡ്യൂൾ നമ്പർ 10 ആണ് വരുന്നത്. അത് നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ എങ്ങനെയാണോ നേരത്തെ ഫിക്സഡ് അസറ്റ് എഴുതിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് വരുന്നത്. പ്രിമിസസ് എഴുതുക, അഡീഷൻ ഡ്യൂറിങ് ദി ഇയർ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുക, ഡിപ്രിസിയേഷൻ ഉണ്ടെങ്കിൽ അപ് ടു ദ ഡേറ്റ് ലെസ് ചെയ്യുക. ദെൻ അതർ ഫിക്സഡ് അസറ്റ്സ് അത് എന്തും ആകാം. എന്താ ഫർണിച്ചർ ആകാം, ഫിക്ചേഴ്സ് ആകാം, ലൂസ് ടൂൾസ് ആകാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഏതിൻ്റെ അകത്താണ് വരുന്നത്? ഫിക്സഡ് അസറ്റിൻ്റെ അകത്താണ് വരുന്നത്. സെയിം അഡീഷൻസ് ആഡ് ചെയ്യുക, ഡിഡക്ഷൻസ് ലെസ് ചെയ്യുക, ഡിപ്രിസിയേഷൻ ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ ഷെഡ്യൂൾ നമ്പർ 11 അതർ അസറ്റ്സ് ആണ്. അതർ അസറ്റ്സിൽ മെയിനായിട്ട് വരുന്നത് ഹെഡ് എന്ന് പറയുന്നത് ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരാറുണ്ട്, ഇൻട്രസ്റ്റ് അക്രൂഡ് വരാറുണ്ട്, ടാക്സ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഓർ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് വരാറുണ്ട്, സ്റ്റേഷനറി ആൻഡ് സ്റ്റാമ്പ്സ്, നോൺ ബാങ്കിങ് അസറ്റ്സ് അക്വേർഡ് ഇൻ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ക്ലെയിംസ്. ദെൻ അതേഴ്സ്. Then others എന്ന് പറയുമ്പോൾ in case there are any unadjusted balances of losses, the same may be shown under this item with appropriate footnote. എന്താണെന്നുള്ള ഇൻ കേസ് ഏതെങ്കിലും ഐറ്റംസ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫുട് നോട്ട് കൊടുത്ത് അത് അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കുക തന്നെ വേണം. ദെൻ നെക്സ്റ്റ് വൺ ഷെഡ്യൂൾ നമ്പർ 12 കണ്ടിജൻ ലയബിലിറ്റീസ്. ബട്ട് ഇത് നമ്മൾ കണ്ടിജൻ ലയബിലിറ്റി എന്ന് പറഞ്ഞ് ഈ ഐറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിലും ഇതെവിടെ കാണിക്കും? ബാലൻസ് ഷീറ്റിൻ്റെ ഏറ്റവും താഴെ ഒരു ഫുട് നോട്ട് പോലാണ് കാണിച്ച് പോകുന്നത്. ഓക്കെ, ഇതെന്താണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഷെഡ്യൂൾ നമ്പർ 12 എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നതെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിപ്പോയതാണ്. ഒന്നും കൂടെ പറഞ്ഞേക്കാം. നോക്കി, ഷെഡ്യൂൾ നമ്പർ 2 കണ്ടിജൻ ലയബിലിറ്റീസിൽ ക്ലെയിംസ് അഗെയിൻസ്റ്റ് ദ ബാങ്ക് നോട്ട് അക്നോളജസ് ആസ് ഡെപ്റ്റ്, liability for partly paid investment, liability on account of outstanding forward exchange contract, guarantees given on behalf of constituents in India and outside India, acceptance, endorsement, other obligation, other items for which the bank is contingently liable. ഇപ്പോൾ contingent liabilities എന്ന് പറയുന്നത് നമുക്കറിയാം, these liabilities are uncertain liabilities, but these liabilities we cannot predict what will happen or when will happen these liabilities. Then next one ഷെഡ്യൂൾ നമ്പർ 13 ഇൻട്രസ്റ്റ് ഏൺഡ്. ഈ ഷെഡ്യൂൾ നമ്പർ 13 തൊട്ടാണ് നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തുടങ്ങുന്നത്. ഇൻട്രസ്റ്റ് ഏൺഡ് വരുന്നുണ്ട്. ഇവിടെ ഇൻട്രസ്റ്റ് ഏൺഡ് ഷെഡ്യൂൾ നമ്പർ 13 എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നതെന്ന് നോക്കി. 4 ഹെഡാണുള്ളത്. അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് ഓർ ഡിസ്കൗണ്ട് ഓൺ അഡ്വാൻസസ് ഓർ ബിൽസ് ആവാം, ഇൻകം ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആകാം, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ബാലൻസസ് വിത്ത് RBI ഓഫ് ഇന്ത്യ ആൻഡ് അതർ ഇൻ്റർ ബാങ്ക്സ് ഫണ്ട്സ് അല്ലെങ്കിൽ അതേഴ്സ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്ന ബാങ്ക് ഏൺ ചെയ്യുന്ന ഇൻകമായിട്ട് ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്ന കംപ്ലീറ്റ് ഐറ്റംസും അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വഴിയായിട്ട് കിട്ടുന്ന ഇൻകം ആണെങ്കിലും ഏതിൻ്റെ അകത്താണ് വരുന്നത്? ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുന്ന ഹെഡിലെ ഷെഡ്യൂൾ നമ്പർ 13 വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഷെഡ്യൂൾ നമ്പർ 14 അതർ ഇൻകം. എന്തൊക്കെയാണ് ഈ അതർ ഇൻകമായിട്ട് വരുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ്. കമ്മീഷൻ, എക്സ്ചേഞ്ച് ആൻഡ് ബ്രോക്കറേജ് വരാറുണ്ട് അതർ ഇൻകമായിട്ട്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് വരും. ദെൻ ലോസ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് എക്സ്പെൻസ് ആണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് കഴിഞ്ഞ് മിച്ചം വരുന്ന എമൗണ്ട് മാത്രമേ അതർ ഇൻകമായിട്ട് കാണിക്കാൻ പാടുള്ളൂ. ദെൻ പ്രോഫിറ്റ് ഓൺ റിവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ലോസും വന്നിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റും ലോസും കമ്പയർ ചെയ്ത് മിച്ചമുള്ള എമൗണ്ട് മാത്രം അതർ ഇൻകമായിട്ട് കാണിക്കുക. ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ് ബിൽഡിംഗ് ആൻഡ് അതർ അസറ്റ്സ്, അതിനും ലോസ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ക്യാപിറ്റൽ അസറ്റ് സെയിൽ നടത്തുമ്പോൾ പ്രോഫിറ്റോ ലോസും വന്നിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റായിട്ടുള്ള ഐറ്റത്തിന് ലോസുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മിച്ചമുള്ള എമൗണ്ട് മാത്രം എവിടെ കാണിക്കുക? ഔട്ട്സൈഡിൽ കാണിക്കുക. ദെൻ പ്രോഫിറ്റ് ഓൺ എക്സ്ചേഞ്ച് ഓഫ് ട്രാൻസാക്ഷൻ,
ദെൻ ലോസ് ഓൺ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ. എക്സ്ചേഞ്ച് ട്രാൻസാക്ഷനിൽ പ്രോഫിറ്റും ലോസും വന്നിട്ടുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി മിച്ചമുള്ളത് കാണിക്കുക. ദെൻ ഇൻകം ഏൺഡ് ബൈ വേ ഓഫ് ഡിവിഡൻഡ് എക്സെട്ര ഫ്രം സബ്സിഡറീസ് ഓർ കമ്പനീസ് ആൻഡ് ഓർ ജോയിൻറ്റ് വെഞ്ചേഴ്സ് എബ്രോഡ് ഓർ ഇൻ ഇന്ത്യ. ഇനി ഇൻകം ഏൺഡായിട്ട് ഡിവിഡൻഡ് വഴിയായിട്ട് ഇൻകം എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം സബ്സിഡറി കമ്പനി അല്ലെങ്കിൽ കമ്പനീസ് അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചേഴ്സ് ഇൻസൈഡ് ഇന്ത്യ ആയാലും ഔട്ട്സൈഡ് ഇന്ത്യ ആയാലും എവിടെ തന്നെയാണ് വരുന്നത്? അതർ ഇൻകത്തിൽ തന്നെയാണ് വരുന്നത്. ദെൻ മിസ്ലേനിയസ് ഇൻകം. ഇത്ര ഐറ്റംസാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്, ഷെഡ്യൂൾ നമ്പർ 14 വരുന്നത്. ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്തിടുന്നതാണ് നമ്മുടെ ഷെഡ്യൂൾ നമ്പർ 14 എന്ന് പറഞ്ഞ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. നോക്കിയേ, നോട്ട് തന്നിരിക്കുന്നുണ്ടോ? അണ്ടർ ഐറ്റംസ് 2 and 5 ലോസ് ഫിഗേഴ്സ് മേ ബി ഷോൺ ഇൻ 2 to 5 ലോസ് ഫിഗേഴ്സ് ഷോൺ ഇൻ ബ്രാക്കറ്റ്സ്. ഇപ്പം ലോസ് ഐറ്റം ഉണ്ടെങ്കിൽ നമുക്കറിയാം ലെസ് ചെയ്യുന്ന ഐറ്റം അല്ല നമ്മൾ ബ്രാക്കറ്റിലിട്ടാണ് പോകുന്നത്, അത് ബ്രാക്കറ്റിലിട്ട് വേണം കാണിക്കാൻ വേണ്ടിയിട്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഷെഡ്യൂൾ നമ്പർ 15 ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്. എന്തൊക്കെയാണ് ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് എന്ന് പറഞ്ഞ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ RBI ഓർ ഇൻ്റർ ബാങ്ക് ബോറോയിങ്സ് ഓർ അതേഴ്സ്. ഇൻട്രസ്റ്റ് വഴിയായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന എമൗണ്ടാണ് ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ദെൻ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് നമ്മൾ എഴുതുന്നു, ഷെഡ്യൂൾ നമ്പർ 15 എഴുതി അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുക. ദെൻ ഷെഡ്യൂൾ നമ്പർ 16 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയിൽ ഉണ്ടാകാവുന്ന ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മുഴുവൻ ഈ ഒരു ഹെഡിൻ്റെ കീഴിലാണ് വരുന്നത്. ഇനി ഈ ഷെഡ്യൂൾ നമ്പർ 15 വരെ എഴുതിയിട്ടില്ലാത്ത എല്ലാ എക്സ്പെൻസും ഏതിൻ്റെ അടിയിലാണ് വരുന്നത്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൻ്റെ കീഴിലാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ പേയ്മെൻറ്റ് ടു ആൻഡ് പ്രൊവിഷൻ ഫോർ എംപ്ലോയീസ്, ദെൻ റെൻറ്റ്, ടാക്സസ് ആൻഡ് ലൈറ്റിംഗ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, advertisement and publicity, depreciation on bank's property, directors fee, allowance and expenses, auditors fee and expenses, law charges, postage, telegram, telephone, repairs, maintenance, ഇൻഷുറൻസ് ആൻഡ് അതർ എക്സ്പെൻഡിച്ചർ. ഇത്രയും കാര്യങ്ങളാണ് ഷെഡ്യൂൾ നമ്പർ 16 വരുന്നത്. അപ്പം ടോട്ടൽ 1 to 16 ഷെഡ്യൂൾസ് ഏതൊക്കെയാണെന്നും ആ ഷെഡ്യൂളിൻ്റെ അകത്തൊക്കെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മളിപ്പം പഠിച്ചു. ഈ ഒരു ഷെഡ്യൂൾസും ഈ ഒരു 2 ഫോമാറ്റും നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. വിഷ് യു എ വെരി ഹാപ്പി എക്സാംസ് ആൻഡ് ഗുഡ് ലൈഫ്. താങ്ക് യു.